മാറ്റർ ഡിഫറെന്റ് ആയിരിക്കണം, സെൻസേഷനിലായിരിക്കണം, ഇതുവരെ ആരും കവർ ചെയ്യാത്ത മേഖലയും ആയിരിക്കണം. ഇത്രയൊക്കെ റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് ഒരു സബ്ജക്ട് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. എന്റെ പേരിൽ ആദ്യം വരുന്ന ഫീച്ചർ ആയതുകൊണ്ടാ ഇത്രയും ടെൻഷൻ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ? വേണൂട്ടിനെന്താ ഒന്നും മിണ്ടാത്തത്? ഒരു സജഷനും പറയാനില്ലേ? വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കാതെ മുങ്ങുന്ന കക്ഷികൾ എന്നൊരു പരമ്പര കാച്ച് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം. എന്റെ കയ്യിൽ തന്നെ ഉണ്ട് 100 കക്ഷികൾ. അത് വേണ്ട. പാവപ്പെട്ട കക്ഷികളുടെ കയ്യിൽ നിന്നും ക്രൂരമായി ഫീസ് വാങ്ങുന്ന വക്കീലന്മാർ എന്നായാലോ? ആ, ഇന്നലെ ഓഫീസിൽ വന്നൊരു കേസുണ്ട്. നിനക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസേഷണൽ മാറ്ററാ. കഴിഞ്ഞ ആഴ്ച ജനറൽ ഹോസ്പിറ്റലിൽ കണ്ണ് ഓപ്പറേഷൻ ഒരു കുട്ടി അഡ്മിറ്റ് ചെയ്തിരുന്നു. അസുഖമുള്ള ഇടത് കണ്ണിന് പകരം ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്തത് വലത് കണ്ണാ. ഇപ്പൊ ആ കുട്ടിക്ക് 2 കണ്ണിനും കാഴ്ചയില്ല. ഡോക്ടേഴ്സ് ഈ കേസ് പുറത്തുവിടാതെ വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുക. പേഷ്യന്റ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. എന്നാലും ഇത്രയും കെയർലെസ് ആയി ഡോക്ടേഴ്സ് പെരുമാറിയാൽ? കറക്റ്റ്. സംഭവം ആരറിഞ്ഞാലും ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് നീ ഇപ്പൊ ചോദിച്ചത്. ജനങ്ങളുടെ ആ പൾസ് വെച്ച് നിനക്ക് ക്യാഷ് ചെയ്യാം. വളരെയധികം സോഷ്യൽ റെലവൻസ് ഉള്ള കേസാ. കുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെയാ. അച്ഛനില്ല, അമ്മയാ കൂടുള്ളത്. അവരുടെ സാമ്പത്തിക നില വെച്ചിട്ട് കേസിനൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓപ്പറേറ്റ് ചെയ്ത കണ്ണിനും അസുഖം ഉണ്ടായിരുന്നു എന്ന് ഡോക്ടേഴ്സ് കേസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മാറ്റർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ മാക്സിമം ട്രൈ ചെയ്യാം. ഇതിന്റെ ഫോളോ അപ്പ് ഞാൻ ഇന്ന് തന്നെ തുടങ്ങിക്കോളാം. വേണ്ട, പലരുടെയും സഹായം ഞങ്ങൾ കണ്ടതാ. നിങ്ങളെപ്പോലെ തന്നെ വേറൊരു ക്ലബ്ബുകാരാ കണ്ണ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കിയത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും എന്നെ എന്റെ മോളെ വെറുതെ വിട്ടേക്ക്. ഇവിടെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ആരെയോ പേടിക്കുന്ന പോലെ. സത്യം പറയൂ, മോളുടെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു അല്ലേ? ഈ അന്ധതയ്ക്ക് കാരണക്കാർ ആരാണോ അവരിൽ നിന്ന് തന്നെ മോളുടെ നഷ്ടപ്പെട്ട കണ്ണുകൾ നമുക്ക് നേടിയെടുക്കണം. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഈ പത്രത്തിൽ വന്ന വാർത്ത നിഷേധിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങളൊന്നും നിഷേധിക്കുന്നില്ല. ഓപ്പറേഷൻ സമയത്ത് ഇത്തരം ചില മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് സാധാരണമാണ്. അത് ഇത്ര ഇതിന് മിസ്റ്റേക്ക് എന്നല്ല, കെയർലെസ്നെസ് എന്നാ പറയുന്നത്. താനൊക്കെ കഴുത്തിൽ കിടുതാപ്പ് നോക്കി നടക്കാൻ എന്തിനാ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊരു ഹോസ്പിറ്റലാ. തന്നെയൊക്കെ നട റോഡിൽ വെച്ചാ വിചാരണ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാത്തതേ ഞങ്ങളുടെയൊക്കെ മാന്യത കൊണ്ടാണോ? ഇവരെ പുറത്തുവിടാതെ ഭീഷണിപ്പെടുത്തി ഇവിടെ ഇരുത്തേണ്ട ഉദ്ദേശം എന്താ? ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് മഹത്വമൊക്കെ ഇന്നത്തെ പേപ്പറിലുണ്ടല്ലോ. ആളും പണവും നോക്കിയുള്ള നിങ്ങളുടെ ഈ വർഗവിവേചന ചികിത്സ ഉണ്ടല്ലോ, അത് ഇന്ന് ഞങ്ങൾ അവസാനിപ്പിക്കും. പ്രശ്നങ്ങൾ ഇങ്ങനെ ഊതി വീർപ്പിച്ചത് കൊണ്ട് എന്താ കാര്യം? കുട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ കണ്ണുകൾ തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കാം. 1.5 മണിക്കൂറായ ഒരു ബസ്സേ കയറി. പിന്നെ സാറ് ഇവിടെ എവിടെ താമസം? തേവരയില്ല, നാട് പട്ടാമ്പിയ. പിന്നെ പറയുന്നത് അല്പം ലേറ്റ് ആയിട്ടാണെന്ന് അറിയാം, എന്നാലും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ റിപ്പോർട്ട് ഗംഭീരായിരുന്നു. താങ്ക് യു സർ. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഇത്ര സെൻസേഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണ്. ഡൽഹിയിലെ ട്രെയിനിങ്ങിൽ നിന്നും കിട്ടിയതാ ഈ ഡ്രൈവും ഇനിഷ്യേറ്റീവും ഒക്കെ. പിന്നെ പേരെടുക്കണമെന്നൊരു സെൽഫിഷ് മോട്ടീവും കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോളും. അർഹതയ്ക്ക് അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാർത്ഥത ഒന്നുമല്ല, നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഭാഗമാണത്. അല്ല, നിങ്ങൾ ഇവിടെ എവിടെയാ താമസം? എക്സ്ക്യൂസ് മീ സർ, ഈ നിങ്ങൾ എന്നുള്ള വിളി വളരെ ഫോമൽ ആയിട്ടാണ് എനിക്ക്. ഞാൻ മിസ് രഞ്ജിനി മേനോൻ തന്നെ വിളിച്ചോളാം. അപ്പൊ പിന്നെ എന്റെ ഫുൾ അഡ്രസ്സും ചേർത്ത് വിളിക്കുന്നതാവും നല്ലത്. പറഞ്ഞില്ല, വീട് എവിടെയാണെന്ന്? അതിവിടെ. ആണുങ്ങളെല്ലാം ബാഗ് കൂടെ കയറി. എന്നിട്ട് ബസിന്റെ ബാക്ക് ഡോറിൽ കൂടി അകത്ത് കയറി ഡീസന്റ് എന്നെ നോക്കി ചിരി പാസാക്കി. മതി മതി, മര്യാദയ്ക്ക് പെരുമാറുന്നവരെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങിയാലേ. കളിയാക്കിയൊന്നും അല്ലേ ചേച്ചി,
എന്റെ മനസ്സിൽ തോന്നുന്നൊക്കെ ചേച്ചിയോടല്ലാതെ ആ ഡീസന്റിനോട് പോയി പറയാൻ പറ്റൂ? എന്താ രണ്ടുപേരോടും ചിരിക്കുന്നത്? ഹേയ്, തമാശ വല്ലതും ആണെങ്കിൽ എനിക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. ഇരിക്കെ. ഇവളുടെ ഓഫീസിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചതാ. ഇന്നത്തെ ഫീച്ചറിന് സ്റ്റാഫ് മുഴുവൻ എന്നെ കൺഗ്രാചുലേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കൂടെ അവകാശപ്പെട്ടതാ. ക്ലൂ തന്ന ഞാനല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ അതിന് പ്രത്യേകിച്ച് ചെലവ് വല്ലതും ചെയ്യണോ? പറഞ്ഞോളൂ, ഐ എം റെഡി. നാളെ ഏതെങ്കിലും ചൈനീസ് റെസ്റ്റോറന്റിൽ നമുക്ക് കൂടിക്കളയാം. ആ, അതൊക്കെ പോട്ടെ. അടുത്ത ഫീച്ചറിനുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്തേ. ഷടാ, ഇതിപ്പോ നീ എന്നെ ഒരു ജേർണലിസ്റ്റ് ആക്കാൻ പോവാണോ? ഇക്കൊല്ലത്തെ ബെസ്റ്റ് റിപ്പോർട്ടിങ്ങിനുള്ള ഏതെങ്കിലും ഒരു അവാർഡ് എനിക്ക് അടിച്ചെടുക്കണം. ആ, ഇതാ കുഴപ്പം. ഇരുന്നിട്ട് കാര്യം കിട്ടിയാ മതി. അംഗീകാരം പിടിച്ചു പറിക്കേണ്ടതല്ല, അത് താനേ തേടി വരേണ്ടതാ. നീ ഓവർ അംബിഷ്യസാ. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ പേരെടുക്കണം എന്നുള്ളത് ഓവർ അംബിഷൻ ആണെങ്കിൽ ഞാൻ ഓവർ അംബിഷ്യസാ. സമ്മതിച്ചു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ടിക്കറ്റ് അവിടെ ആരാ ടിക്കറ്റ് എടുക്കാനുള്ള? എവിടെ? ബ്രോഡ്വേ. ടിക്കറ്റ് ഒരു കോളേജ് ജംഗ്ഷൻ. കഴിഞ്ഞ കൊല്ലത്തിന്റെ പകുതിയും ചെലവഴിച്ചത് ഡൽഹിയിലെ ബസ്സുകളിലായിരുന്നു. ഡൽഹിയിലും ബോംബെയിലും ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ പകുതി എഫിഷ്യൻസി പോലും ഇവിടുത്തെ ബസ് സർവീസിനില്ല. സാറെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അതെ, വളരെ കറക്റ്റാ. സാറേ, സാറിന് എന്നെ പരിചയം കാണില്ല. ഞാനും സാറിന്റെ നാട്ടുകാരൻ തന്നെയാ, പട്ടാമ്പി. അതെയാ? കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കട്ടെ. സാറിനെ നല്ല മാച്ച് ആയിരിക്കും. എങ്ങനെയുണ്ട് ലോട്ടറി കച്ചവടക്കാരെ കുറിച്ചുള്ള എന്റെ ഫ്യൂച്ചർ? വളരെ നന്നായിട്ടുണ്ട്. നല്ല ഭാഷ, നല്ല ശൈലി, വളരെ നല്ല പ്രസന്റേഷൻ. താങ്ക് യു. ജന്മനാ കിട്ടിയ കഴിവിനെ ചിന്തയാകുന്ന വളമിട്ട് പരിപോഷിപ്പിച്ചത് കൊണ്ടാണ് ഞാനൊരു ജീനിയസ് ആയി മാറിയത്. എന്റെ ഈ ലേഖനത്തെ പ്രകീർത്തിച്ച് വായനക്കാരിൽ നിന്ന് നാളെയോ മറ്റന്നാളോ 15 എഴുത്തുകൾ ഈ ഓഫീസിൽ കിട്ടും. 15 എന്ന് ഇത്ര കൃത്യമായിട്ട് സാറിന് എങ്ങനെ അറിയാം? അത് ഞാൻ ഊഹിക്കുന്നതാ. കള്ള അഡ്രസ്സിൽ അനുമോദന കത്തുകൾ എഴുതിയിടുന്ന സ്വഭാവം മറ്റു പലരെയും പോലെ എനിക്കില്ല മിസ് രഞ്ജിനി. പക്ഷേ കിഴക്കേടത്തിന് അഭിനന്ദിച്ചുകൊണ്ട് എഴുതുന്നവരെല്ലാം ഒരേ സ്വഭാവക്കാരാണ്. അതെങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും കയ്യക്ഷരം ഒന്നുപോലെ ഇരിക്കാൻ കാരണം? അത് അപ്പന് ടച്ച് ചേർത്തല്ലേ. നിങ്ങളാരും പുതിയ ഫീച്ചേഴ്സ് തയ്യാറാക്കുന്നില്ലേ? ഞാൻ എന്റെ വിഷയം സെലക്ട് ചെയ്തു. ഗോതമ്പുമാവിൽ കുഴയുന്ന കേരള സർക്കാർ. റേഷൻ ഗോതമ്പ് കടകളിൽ നിന്നും സ്വകാര്യ മില്ലുകളിലേക്ക് കടത്തുന്നതിന്റെ കഥകൾ ഞാൻ അനാവരണം ചെയ്യും. ഇതെല്ലാ പത്രങ്ങളിലും വന്നു കഴിഞ്ഞല്ലേ? ആണോ? അതപ്പോ അതെ, ഞാനൊരു പുതിയ മുഖം നൽകും. എ ന്യൂ ഫേസ് ഓഫ് വീറ്റ്. എന്താ ഉണ്ണികൃഷ്ണന്റെ വിഷയം? ഞാൻ തൽക്കാലം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഹൗ അബൌട്ട് യു? ഇവിടെ മറൈൻ ഡ്രൈവിൽ ആർട്ട് ഗാലറിക്ക് വേണ്ടി അലോട്ട് ചെയ്ത സ്ഥലത്ത് കെമിക്കൽ ഫാക്ടറി കൊണ്ടുവരാൻ ചില ബിഗ് ഷോട്ടുകൾ ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒബ്ജക്ഷനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മിനിസ്ട്രിയുടെ ഡയറക്റ്റ് സാങ്ഷൻ വാങ്ങാനാണ് അവരുടെ പരിപാടി. ഇതാണ് എന്റെ അടുത്ത ഫീച്ചർ. എക്സ്ക്യൂസ് മീ, എനിക്ക് അർത്ഥം അറിയാഞ്ഞിട്ടല്ല. പൊള്യൂഷൻ എന്നതുകൊണ്ട് മിസ് രഞ്ജിനി എന്താണ് ഉദ്ദേശിക്കുന്നത്? പോലീസിനെ സംബന്ധിച്ചാണോ? അതുങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു ലേഖനം എഴുതിയതല്ലേ, കാക്കിക്കുള്ളിലെ കഷ്ടം അഥവാ നിർവീര്യം. പോലീസ് അല്ല കിഴക്കേടം, പട്ടാളം. ഓ, മിലിട്ടറി. റം, പട്ടാളം, പൊല്യൂഷൻ, പട്ടാളം, പൊല്യൂഷൻ, പട്ടാളം, റം. ആർട്ട് ഗാലറിക്ക് പകരം കെമിക്കൽ ഫാക്ടറി വരുന്നുണ്ട്. നമ്മൾ പത്രക്കാർക്ക് എന്താ? ഒരു ദോഷവും ഇല്ലാന്ന് മാത്രമല്ല, അല്പം ഗുണവുമുണ്ട്. ആർട്ട് ഗാലറി വകയായി 50 രൂപയുടെ പരസ്യം പോലും നമുക്ക് കിട്ടില്ല. ഫാക്ടറി ആകുമ്പോൾ 10,000 പരസ്യത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഫാക്ടറി തുടങ്ങാൻ പോകുന്ന SS ഗ്രൂപ്പിൽ നിന്നും വർഷം തോറും എത്ര രൂപയുടെ പരസ്യമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുട്ടിക്കറിയില്ല. അറിയേണ്ട കാര്യം എന്താ? അന്തരീക്ഷ മലിനീകരണം കൊണ്ട് വിഷവായു ശ്വസിക്കേണ്ടി വരും, ആയുസ് പകുതിയാകും, മാരകരോഗങ്ങൾ പിടിപെടും, ഡെത്ത് റേറ്റ് കൂടും. അപ്പോ ഇവിടുള്ള ഇൻഡസ്ട്രിയൽ ഏരിയാസിലും റിഫൈനറി പരിസരത്തൊക്കെ താമസിക്കുന്നത് മനുഷ്യരല്ലേ? സാറിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ടാ. മറ്റുള്ള ഫാക്ടറിയിലെ പോലെ അല്ല ഇത്.
ഈ കെമിക്കൽ ഫാക്ടറി വന്നു കഴിഞ്ഞാൽ അതിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരുടെ ജീവന് തന്നെ അപകടമാണ്. മാത്രമല്ല ഈ ഫാക്ടറിയുടെ ക്രൂരത ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇനി ഓരോ കുഞ്ഞും ഇവിടെ ജനിച്ചു വീഴുന്നത്. നിയമത്തിന് മറികടന്ന് ഭരണകക്ഷിയുടെ സ്വാധീനത്താൽ മാത്രം നിലവിൽ വരാൻ പോകുന്ന വളരെ മാരകമായ ഒരു പ്രോജക്റ്റാണിത്. ഇത് തടഞ്ഞേ പറ്റൂ. എന്തിനാ കുഞ്ഞെ വേലിയിൽ കിടക്കണ പാമ്പിനെടുത്ത് കഴുത്തെ ചുറ്റുന്നത്? നമ്മളൊന്നും അറിഞ്ഞില്ല എന്നടിക്കുന്നല്ലേ സേഫ്? അപ്പൊ സാറ് പറയുന്നത് വായനക്കാരുടെ താല്പര്യം നമ്മൾ ഒട്ടും കണക്കിലെടുക്കണ്ടെന്നാണോ? അല്ല, അവരുടെ താല്പര്യം കണക്കിലെടുക്കുന്നു എന്ന് അഭിനയിച്ചാൽ മതി. കുഞ്ഞെ, ഈ പത്രപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഒരുതരം പഞ്ചസാരയിൽ പോഞ്ഞ ബിസിനസ്സാ. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമുക്ക് പരസ്യം തരുന്നവരുടെ ഇൻട്രസ്റ്റാ. താങ്ക് യു സർ. കൈമൾ സാർ അപ്രൂവ് ചെയ്തില്ല അല്ലേ? യങ്ങർ ജനറേഷന്റെ ഡ്രൈവും സ്പിരിറ്റും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പഴഞ്ചനെയാണ് നമുക്ക് ചീഫ് എഡിറ്ററായിട്ട് കിട്ടിയിരിക്കുന്നത്. വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഭയപ്പെടാൻ തുടങ്ങിയ ചരമക്കുറിപ്പും മാട്രിമോണിയലും കൊണ്ട് പേജ് നിറക്കേണ്ടി വരും. റീഡേഴ്സ് അപ്പീൽ എന്നൊന്നില്ലെന്നാ പുള്ളിയുടെ അഭിപ്രായം. മൂപ്പരോട് ഞാൻ സമരം തുടങ്ങിയിട്ട് നാള് കുറയായി. അല്പം റിസ്ക് ഉള്ള മാറ്ററുമായിട്ട് ചെന്നാൽ റിജക്ട് ചെയ്യുമെന്ന് ഉറപ്പാ. എല്ലാത്തിനും ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് പുള്ളിക്ക്. വായനക്കാരുടെ വരിസംഖ്യ കൊണ്ടല്ല, പണക്കാരുടെ പരസ്യം കൊണ്ടാണ് പത്രം ഓടുന്നത്. സർക്കുലേഷൻ കൂടിയാൽ പരസ്യ വരുമാനവും കൂടുമെന്നുള്ളത് മൂപ്പർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ശമ്പളം എണ്ണി വാങ്ങാനുള്ള ഒരു കരിയർ മാത്രമായിട്ടാണെങ്കിൽ എനിക്കിവിടെ സ്ട്രിക്കോൺ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ അങ്ങ് ഡിസപ്പോയിന്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും രഞ്ജിനി മാനേജിംഗ് ഡയറക്ടറെ ഒന്ന് ചെന്ന് കണ്ടുനോക്കൂ. പുള്ളിക്കാരന് ഒരുപക്ഷെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാൻ പറ്റിയെങ്കിലോ? എങ്ങനെ? ഇത് ടീച്ചർ പാടി കഴിഞ്ഞപ്പോ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ലിറ്റിൽ ആനിമൽ വാണ്ട്സ് ടു പ്ലേ എന്നാക്കിയാലോ എന്ന്. മുത്തശ്ശി എന്തിനാ ചിരിക്കുന്നേ? മുത്തശ്ശിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായോ? അയ്യോ, കുട്ടിയുടെ ഇംഗ്ലീഷ് ഒന്നും മുത്തശ്ശിക്ക് അറിഞ്ഞൂടാ. മുത്തശ്ശിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. മോളിരുന്ന് പഠിക്ക്. വേണ്ട, ഡാഡി വന്നിട്ട് മുത്തശ്ശി പോയാ മതി. ഒറ്റയ്ക്ക് ഇരുന്ന് അനുമോക്ക് ബോറടിക്കും. ഗുഡ് ഈവനിങ് അനുമോൾ. ഹായ് രഞ്ജിനി ആന്റി. ആ, ഇത് ആന്റിയുടെ ഒരു പ്രസന്റാ അനുമോൾക്ക്. ഹായ്, നല്ല പാവാ. എന്നാലും മുത്തശ്ശി കിച്ചണിൽ പോയിക്കോ. എടി മിടുക്കി, രഞ്ജിനി ആന്റിയെ കണ്ടപ്പോ മുത്തശ്ശിയെ വേണ്ട അല്ലേ? മുത്തശ്ശിയല്ലേ പറഞ്ഞ കിച്ചണിൽ ജോലിയുണ്ടെന്ന്. അത് കൊള്ളാം. അമ്മേ, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. മോളിരിക്കെ, വിശ്വ ഇപ്പൊ വരും. അനുവിന്റെ കയ്യിൽ ഇതുപോലെ ഒത്തിരി പാവയുണ്ടല്ലോ. ആഹാ, എവിടെ? അനുവിന്റെ മുറിയിലാ. ആന്റി വാ, കാണിച്ചുതരാം. വാ. ഇതാണ് അനുവിന്റെ മുറി. ആഹാ, സ്റ്റൈൽ ആയിട്ടുണ്ടല്ലോ. താങ്ക്സ്. ഈ കളിപ്പാട്ടങ്ങളൊക്കെ എന്റേതാ. ഇതുണ്ട്, ഇത് ഡാഡി മേടിച്ചെന്നതാ. ഇത് മമ്മി മേടിച്ചെന്നതാ. അതും മമ്മി മേടിച്ചെന്നതാ. അതെയോ? മോളുടെ മമ്മി എവിടെ? ആന്റി കണ്ടില്ലല്ലോ. ആന്റി മമ്മിയെ കണ്ടിട്ടില്ല? അതാ എന്റെ മമ്മി. അനുവിന്റെ മമ്മി നന്നായിട്ട് പാട്ട് പാടും. ആന്റിക്ക് കേൾക്കണോ? മുത്തോലത്തിങ്കൾ തുമ്പീവാ, താമരത്തേനും കൊണ്ടേവാ, ചന്ദനം തൂക്കും മാറ്റോരം, ചായുറങ്ങാമാലോലം, ദൂരെ ആരോ തുന്നും തൂവൽ കൂട്ടിൽ വാഴും പൂണാരപ്പൂമൊട്ടെ നീയും കൂടെ പാടാൻ വായോ, ഇന്നെൻ നെഞ്ചിൽ ചായാൻ വായോ, മുത്തോലത്തിങ്കൾ തുമ്പീവാ. ഡാഡി, അനു മമ്മിയുടെ പാട്ട് കേൾപ്പിച്ചെടുക്കായിരുന്നു. രഞ്ജിനി എപ്പോ വന്നു? ഇപ്പൊ എത്തിയുള്ളൂ. സാറ് ഫ്രീ ആണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. വൈ നോട്ട്? നമുക്ക് അങ്ങോട്ടിരിക്കാം. മോള് മുത്തശ്ശി ഇവിടെ ഉണ്ട്, കാപ്പി എടുക്കാൻ പറയും. വരൂ. കൈമൾ സാർ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് അത് പ്രസിദ്ധീകരിച്ചേ പറ്റൂ എന്നൊരു ഓർഡർ ആയിട്ടോ കമാൻഡ് ആയിട്ടോ എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അധികാരത്തിൽ ഞാൻ കൈകടത്തുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ നേടിയെടുക്കാൻ. അച്ഛന്റെ കാലം മുതൽക്കേ ഉള്ള ആളാ. കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് മാത്രമേ ഏത് കാര്യത്തിലും കൈമൾ സാർ എടുക്കൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാറ്റർ എങ്ങനെ പബ്ലിഷ് ചെയ്ത് കിട്ടും എന്നാവും രഞ്ജനി ചിന്തിക്കുന്നത്. യു ലീവ് ഇറ്റ് ടു മീ. താങ്ക് യു സർ.
ഇത്രയും സീരിയസ് ആയ ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് എനിക്ക് സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. ഇറ്റ്സ് ഓക്കെ. ആന്റി കോഫി. താങ്ക് യു. മോളിഞ്ഞു വാ. ആന്റി പോട്ടെ മോളെ. നാളെയും വരില്ലേ? ആ പോട്ടെ അമ്മേ. വരട്ടെ സാർ. ടാറ്റാ. ടാറ്റാ. നല്ല കുട്ടി. ഉണ്ണികൃഷ്ണൻ ഇങ്ങ് വാ. എന്റെ കണ്ണീർ പൂക്കളെ ഇവിടെയുടെ 14-ാം അധ്യായം നീ എഴുതി കഴിഞ്ഞോ? ഇല്ല. എന്റെ പൊന്നുണ്ണികൃഷ്ണ, നീ അതൊന്ന് എഴുതി തീർത്താലല്ലേ എന്റെ അടുത്ത ഫ്യൂച്ചറായ പാവം പാവം പാമോയിൽ നിനക്ക് എഴുതി തുടങ്ങാൻ പറ്റൂ. എനിക്കിന്നൊരു മൂഡില്ല. അല്ലെങ്കിൽ ഈ അടുത്തിടെ എനിക്ക് നോവലും ഫ്യൂച്ചേഴ്സും എഴുതി തരാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ആ രഞ്ജിനി മേനോനെ ഓരോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ എന്തൊരു ഉത്സാഹം. സത്യം പറ, എന്താ കുട്ടിയുമായിട്ട്? മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന അടുപ്പം രഞ്ജിനിക്ക് എന്നോടില്ലെങ്കിൽ നാളെ ഓഫീസിലുള്ളവർ എന്നെ കളിയാക്കും. വേണ്ട, ശരിയാവില്ല. ഉണ്ണികൃഷ്ണ, എന്താ ഒന്നും മിണ്ടാത്ത? സഹപ്രവർത്തകർ എന്നതിൽ കവിഞ്ഞ് ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. ആ സ്റ്റാൻഡിൽ പിടിച്ചോളാം തെളിവോടെ. പിടി കൂടുമ്പം ബബ്ബാന്ന് പറയരുത്. അയ്യോ, ചായപ്പൊടിക്ക് ഒരു ഉമിക്കരിയാണ് എടുത്തിട്ടത്. ഒന്ന് വേഗം ആകട്ടോ. ഇന്ന് കഴിച്ചേക്കുന്ന ചെമ്മീനാ മേളിക്കിടന്ന് ചെയ്യുന്നേ. ഹലോ സാർ. ഇല്ല, ഞാൻ കണ്ടില്ല സാർ. ഇല്ല സാർ. ശരി സാർ, ഞാൻ അന്വേഷിക്കാം സാർ. ശരി സാർ. എടോ, ഇന്നത്തെ പത്രം ഇവിടെ. ഹലോ സാർ, ഒരു കോൾ ഉണ്ട്. മിസ്റ്റർ കുര്യച്ചൻ. കുര്യച്ചനോ? യെസ് സാർ. കണക്ട് ചെയ്യൂ. ഒന്നുമില്ല കൈമൽ സാറേ, പത്രത്തിൽ അടിച്ചു വരുന്നതൊക്കെ താനും കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്നൊന്ന് അറിയണമായിരുന്നു. പിന്നെ കുര്യച്ച, സത്യത്തിൽ ഞാൻ ആ മാറ്റർ വളരെയധികം ഒബ്ജക്ട് ചെയ്ത. ഞാൻ കാഷ്വലി എടുത്ത ദിവസം നോക്കി ആ പെണ്ണ് മാനേജിംഗ് ഡയറക്ടർ അടുത്തുനിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചു കളഞ്ഞു. രാവിലെ പത്രം നോക്കിയപ്പോഴാ ഞാനും വിവരം അറിയുന്നു. അപ്പൊ താൻ ലീവാണെങ്കിൽ അവിടെ എന്ത് തോന്നിയാസവും നടക്കുമെന്നാണോ? ആ മാറ്റർ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധപ്പെടുത്താന്ന് പറഞ്ഞ് ഒരു തിരുത്തൽ കൊടുത്താലോ? വേണ്ട, താൻ ഇനി തിരുത്തി കുളവാക്കണ്ട. മിനിറ്റ്സ് എന്നെ വിളിച്ച് പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. ശർമാജി സ്ഥലത്തില്ലാത്തത് തന്റെ നല്ല കാലം. ഇനി ഇതുപോലെ എന്തെങ്കിലും വന്നാൽ ശർമാജിയെ തനിക്ക് നന്നായിട്ട് അറിയാലോ. വേണ്ട എടോ, ഓരോ ആവശ്യം പറഞ്ഞ് രൂപ എണ്ണി വാങ്ങിച്ചതിന്റെ നന്ദിയെങ്കിലും തനിക്ക് കാണിക്കാമായിരുന്നു. എന്റെ സ്ഥിതി എന്താ കുര്യച്ച മനസ്സിലാക്കാത്തത്? അതല്ല കുര്യച്ച, ഞാനൊന്ന് പറയട്ടെ. ഹലോ ഹലോ, വച്ചു കളഞ്ഞു. ആ രഞ്ജിനി മേനോട്ട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന പ്രസ്ഥാനം കൊണ്ടുവന്നവനെ വെടിവെച്ച് കൊല്ലണം. ഗുഡ് മോർണിംഗ് സർ. സോറി, വെരി ബാഡ് മോർണിംഗ് ആണ്. ഈ ഓവർ സ്മാർട്ടാകാൻ ശ്രമിക്കരുത്. സർ, ഞാൻ റിജക്ട് ചെയ്ത മാറ്റർ ഇതേ പത്രത്തിൽ തന്നെ അടിച്ചു വരണമെന്ന് നിങ്ങൾക്ക് എന്താ അത്ര വാശി? അയ്യോ സർ, സത്യമായിട്ട് ഞാൻ... എന്തിനാ ഈ കള്ളക്കളി? ഞാൻ വെറും വിഡ്ഢിയാണെന്ന് ധരിക്കരുത്. സബ് എഡിറ്റേഴ്സുമായി ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്താനാണ് ഭാവമെങ്കിൽ അത് ഇവിടെ നടക്കില്ല. സർ, ഞാൻ... നോ മോർ എക്സ്പ്ലനേഷൻസ്. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. യു ക്യാൻ ഗോ. ഇതിനൊക്കെ ഇങ്ങനെ മൂഡൌട്ടാകാൻ തുടങ്ങിയ പിന്നെ അതിനെ സമയം കാണും. ഇനി കൂടിപ്പോയാൽ 1 കൊല്ലം. അത് കഴിഞ്ഞാൽ എല്ലാ സ്റ്റാഫിനെയും ബാധിക്കുന്ന രോഗം കൈമൾ സാറിനെയും പിടികൂടും. മനസ്സിലായില്ലേ? റിട്ടയർമെന്റ്. ഇത് മൂപ്പരുടെ സ്ഥിര ഏർപ്പാടാ. പുതിയതായി ജോയിൻ ചെയ്യുന്നവരുടെ ഉത്സാഹമൊക്കെ മുളയിലെ നുള്ളിക്കളഞ്ഞ് അവരെ പുള്ളിയുടെ കയ്യിലെ പാവകളാക്കാൻ ശ്രമിക്കും. ഇതിലൊന്നും നമ്മൾ കുലുങ്ങാനേ പാടില്ല. അനിയോ, ഉണ്ണികൃഷ്ണ ഒന്നെങ്കി വന്നേ. നീ എന്നു മുതലാ പെന്തക്കോസ്തായത്? ആശ്വാസവചനങ്ങൾ, ഉപദേശങ്ങൾ എന്നെ എത്രയോ പ്രാവശ്യം കൈമൾ സാറിട്ട് ചാടിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ നല്ലവനായ സമരക്കാരനെ ഞാൻ കണ്ടില്ലല്ലോ. അത് രഞ്ജിനി ഒരു പുതിയ ഹാൻഡ് ആയതുകൊണ്ട്. ഹാൻഡോ ഹെഡോ അതൊന്നും എനിക്കറിയണ്ട. ഈ സൈലന്റ് ക്യാറ്റ് മിൽക്ക് ഡ്രിങ്ക് ചെയ്യുന്നത് മറ്റാരും മനസ്സിലാക്കുന്നില്ല എന്ന് ധരിക്കരുത്. നമ്മളും ഈ ലാൻഡിലൊക്കെ തന്നെ കഴിയുന്നത്. കിഴക്കിടം വിചാരിക്കുന്ന പോലെ. വേണ്ട വേണ്ട വേണ്ട,
രാത്രി 2 എണ്ണം വിട്ടിട്ട് ഫ്രീ മൈൻഡ് ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പറയുന്നു രഞ്ജിനി, രഞ്ജിനിയെ കൈമൾ സാറ് ശാസിച്ചതല്ലേ വല്ലാതെ അപ്സെറ്റ് ആയിരിക്കാണ് ഉണ്ണികൃഷ്ണൻ. ആശ്വസിപ്പിച്ചേക്കൂ. അയ്യോ സാർ ഇത്രയും നെർവസ് ആണെന്ന്. മോളെ ഉറങ്ങും മോളെ. എന്നെ ഡാഡി ഉറക്കണം. ഡാഡിക്ക് ഒരുപാട് ജോലി ഉള്ളതുകൊണ്ടല്ലേ. അനുവിന് ഉറങ്ങണമെന്ന് ഡാഡിക്ക് അറിയില്ലേ? എന്നെ ഡാഡി ഉറക്കാൻ മതി. മോളെ എന്തിനാ മോളെ നിർത്തിയത്? അനുവിന് ഉറങ്ങണം. മോള് പോയി കിടന്നു. ഡാഡി തീർത്തിട്ട് ഇപ്പൊ വരാം. വേണ്ട, ഡാഡി വരണം. ഡാഡി വന്നാലേ അനു ഉറങ്ങൂ. നല്ല കുട്ടികൾ വാശി പിടിക്കാൻ പാടില്ല. വാ. അഞ്ചേകാലിന്റെ ബസ് മിസ് ചെയ്തു. ഞാൻ എത്തിയതും കണ്ടക്ടർ ഡബിൾ ബെല്ല് കൊടുത്തതും ഒരുമിച്ചായിരുന്നു. ഒരു പ്രധാന കാര്യം എനിക്ക് രഞ്ജിനിയോട് പറയാനുണ്ടായിരുന്നു. ബസ് വരാൻ ഇനിയും 15 മിനിറ്റ് സമയമുണ്ട്. നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരെ നടന്നു പോയാലോ? അത് അല്ല, വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അപ്പോഴേക്കും ബസ് എത്തുകയും ചെയ്യും. എന്താ? വരൂ. 1ാം ക്ലാസ് മുതൽ MA വരെ ആൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിലും കോളേജിലും ഒക്കെയാണ് പഠിച്ചത്. പെൺകുട്ടികളും കൂടെയുള്ള കോളേജുകളിൽ പഠിച്ചിരുന്നെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കേണ്ട രീതിയെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ടായേനെ. ആദ്യമായി 2 വാക്ക് പേഴ്സണലായി സംസാരിക്കാൻ അവസരം കിട്ടുന്നത് രഞ്ജിനിയോടാണ്. അതെ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ധരിക്കുമെന്ന് ആവശ്യമില്ലാതെ ചിന്തിക്കുന്ന സ്വഭാവക്കാരനാണ് ഞാൻ. ഇപ്പോ രഞ്ജിനിയോട് തന്നെ എനിക്ക് പറയാനുള്ളത് പറയാൻ ഭയമാണ്. ഞാൻ രഞ്ജിനിയെ കാണുന്ന അതേ രീതിയിൽ തന്നെയാണോ രഞ്ജിനി എന്നെ കാണുന്നതെന്ന സംശയം, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ എക്സ്റേ ഉപയോഗിക്കുന്ന പോലെ മറ്റുള്ളവരുടെ മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള യന്ത്രം ആരെങ്കിലും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്ത് സൗകര്യമായി. എന്നോട് സാറിന് എന്ത് കാര്യങ്ങളും സംസാരിക്കാം, പേടിക്കണ്ട. ഞാൻ സാറിന് തെറ്റിദ്ധരിക്കില്ല. സാർ സ്വപ്നം കാണാണോ? പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ആലോചന? അതല്ല, പ്രസ് ക്ലബിന്റെ ഫീച്ചർ മത്സരത്തിന് ഇത്തവണ രഞ്ജിനിയുടെ എൻട്രി കൂടെ ഉണ്ടാവണം. യു ഹാവ് ഗോട്ട് എ ഗുഡ് ചാൻസ്. നമുക്ക് അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോയാലോ? ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഹായ് അനുക്കുട്ടി. മോള് കയറിക്കോ, ഞാൻ വീട്ടിൽ വിടാം. വേണ്ടമ്മേ, ഞാൻ ബസ്സില്. വരൂ ആന്റി. ഓക്കെ, വരാം.